അയ്യോ, ഇങ്ങനൊരു സന്ദർശനം ഒട്ടും പ്രതീക്ഷയല്ല. ചെല്ല്, ചെന്ന് പഠിക്കും. ശരി അച്ഛാ. അപ്പൊ പിന്നെ സുഖം തന്നെയല്ലേ? നാട്ടു നടപ്പനുസരിച്ച് അതേന്ന് പറയണമല്ലോ. ആ അഞ്ജു, ഇത് നീരേറ്റ് കൃഷ്ണപിള്ള. കൃഷ്ണപിള്ള അപ്പൻ, നീ ചായ എടുക്ക. അല്ല പിന്നെന്താ ഈ വഴിക്ക്? ഏതായി കുട്ടി? ഏതാണെന്ന് ഊഹിക്കാൻ കഴിയുമെങ്കിൽ ഊഹിക്ക്. ആതിര എന്നാണ് അച്ഛനും അമ്മയും ഇട്ട പേര്. അമ്മുക്കുട്ടി എന്ന് വിളിക്കും. ഇവളുടെ അമ്മ മരിച്ചുപോയി, വളർത്തച്ഛൻ ഉപേക്ഷിച്ചു. എൻ്റെ ജീവൻ പോള വരെ പൊന്നുപോലെ ഞാൻ ഈ കുഞ്ഞിനെ നോക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക്. വല്ലാത്തൊരു ജന്മമായി പോയി ദൈവം ഇവൾക്ക് കൊടുത്തത്. അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അച്ഛൻ്റെയും സ്നേഹം കിട്ടിയില്ല. ഡാഡി, ആരെയാ ഈ കുട്ടി ഡാഡിന്ന് വിളിച്ചത്? എനിക്കറിയില്ല അഞ്ജു, എന്തൊക്കെയോ കഥകളും പറഞ്ഞവര്. എന്താ നിങ്ങക്ക് വേണ്ടത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പ്രദീപന്റെ ആദ്യ വിവാഹത്തിലുള്ള പെൺകുട്ടിയായത്. പേര് കേക്കണ്ട എനിക്ക്. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം നിങ്ങള്. ഏട്ടൻ വിളിച്ചു വരുത്തിയതാണോ ഇവരെ? എനിക്കതിപ്പോ അറിയണം. അഞ്ജു, ഇങ്ങനത്തെ കുട്ടിയുള്ള കാര്യം എനിക്ക് അറിയില്ല. പ്രദീപ, സ്വന്തം ചോരയെ തള്ളിപ്പറഞ്ഞ ദൈവം പോലും പൊറുക്കത്തില്ല. വേണ്ട, പൊറുക്കണ്ട. എന്റെ കുടുംബം കലക്കാൻ വേണ്ടി എവിടുന്ന് ഒരു കൊച്ചിനെ പൊക്കിക്കൊണ്ടുവന്ന നിങ്ങളോട് ദൈവം പൊറുക്കോ? എന്റെ മോന്റെ വായിൽ മണ്ണ് വാരിയിടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കത്തില്ല. കൊക്കിന് ജീവനുണ്ടേ സമ്മതിക്കത്തില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. വലിയകര് വന്നിരിക്കുന്നു കുടുംബം കലക്കാൻ. മിണ്ടരുത് എന്നോട്. ആ നീരാറ്റ് കിഴവനും പ്രതിപേട്ടനും തമ്മിലുള്ള ഒത്തുകളിയല്ലേ ഇതൊക്കെ? സത്യമായിട്ടും അല്ല അഞ്ജു. നിന്നെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ആ വീടിന്റെ പരിസരത്തേക്ക് പോലും പോയിട്ടില്ല. അപ്പൊ പല കാണുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ത് സത്യം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എങ്കിൽ പറ, ആ കൊച്ച് ശരിക്കും പ്രതിപേട്ട തന്നെയാണോ? അത് ഇപ്പൊ വന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് തീർച്ചയില്ല. പക്ഷേ എന്തൊരു പക്ഷേ? നീരേറ്റ സോനയിൽ എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നു. അവള് വേറെ കല്യാണം കഴിച്ചപ്പോ കുഞ്ഞിനെയും കൂട്ടി എല്ലാവരും കൂടെ ബാംഗ്ലൂർക്ക് പോയതാ. പിന്നെ ഒരിക്കലും ഞാൻ അവരെ കണ്ടിട്ടില്ല. ആ കുഞ്ഞു വളർന്ന ഇപ്പൊ ഈ പ്രായം തന്നെ ആയിരിക്കും അല്ലേ? എങ്കിൽ അത് ഇത് തന്നെയാ. എനിക്കിനി ജീവിക്കണ്ട, ചത്താ മതി. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അപ്പനോട് ഞാൻ സമ്മതിച്ചില്ലല്ലോ അതെന്റെ കുഞ്ഞാണെന്ന്. എങ്കിൽ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ, ഒരിക്കലും ആ പെണ്ണിനെ സ്വന്തം മോളായിട്ട് അംഗീകരിക്കില്ലെന്ന്. അതിന് എന്തിനാ അഞ്ജു സത്യം ചെയ്യണത്? ഞാൻ വാക്ക് പറഞ്ഞ പോലെ. അപ്പോ പ്രദീപേട്ടന് മനസ്സില് അവളിങ്ങ് കൊണ്ടുവരണമെന്നല്ലേ? അതല്ലേ സത്യം ചെയ്യാൻ മടി? എനിക്കിനി ചത്താ മതി എന്റെ ഈശ്വരന്മാരെ. നിർത്ത്, ഞാൻ സത്യം ചെയ്യാം. എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്യ, സത്യം ചെയ്യാൻ. ആ കുട്ടിയെ ഒരിക്കലും ഞാൻ എന്റെ മോളായിട്ട് അംഗീകരിക്കില്ല. എന്താ മോനെ? ഇവിടെ വന്ന ആ പെണ്ണ് അച്ഛന്റെ മോളാണോ? അല്ല. ഇനി ആ പെണ്ണ് ഇവിടെ വന്നാ കൊല്ലി ഞാൻ. നിങ്ങളുടെ മകനാണെന്ന് ഞാൻ അവനെ പറഞ്ഞു പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അവൻ എന്റെ ചോരയാ. അതാ ഇത്ര വീറും വാശിയും. നിങ്ങൾക്ക് വേറൊരു മകളുണ്ടെന്ന് അവനറിഞ്ഞ
പിന്നെ നിങ്ങൾ എന്റെ മകന്റെ നിത്യശത്രുവാവും. ഓർത്തു. കരയില്ലേ മോളെ? ഇവിടെ അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, ഈ ആന്റി ഉണ്ട്. പിന്നെന്തിനാ മോള് കരയുന്നേ? എന്റെ ഡാഡി ഡാഡി വരും, മോളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പ്രദീപ് സാർ ഇനി വരത്തില്ലേ അപ്പാപ്പ? അല്ലേ ഇത് എന്നാ നടപ്പാ? ഇങ്ങനെ തെക്കും വടക്കും നടന്ന കൊച്ചിന്റെ അപ്പനെ തിരിച്ചു കിട്ടുമോ? ഞാൻ പിന്നെന്താ കൊച്ചേ വേണ്ടത്? അവനെ കയറുകൊണ്ട് കൊട്ടി ഇവിടെ കൊണ്ടിടാൻ പറ്റുമോ? അതാന്നോ പ്രശ്നത്തിനുള്ള പരിഹാരം? എന്റെ കൊച്ചെ, പ്രദീപം ഭാര്യയെ ഒരു കൊച്ചുമായിട്ട് കഴിയുക അവിടെ. അവർക്കാർക്കും ഇവളെ വേണ്ട എന്ന് വെച്ചാൽ അവന്റെ പുതിയ ഭാര്യ ഈ കുഞ്ഞിനെ ആ വീടിന്റെ ഏഴയലൊക്കെ തടുപ്പിക്കത്തില്ല. പ്രദീപ് സാറും ഇത് തന്നെയാണ് അപ്പാപ്പ പറയുന്നത്. കുഞ്ഞെ, സത്യം പറഞ്ഞാൽ പ്രദീപന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാര്യയെ അവന് പേടിയാണെന്നാ എനിക്ക് തോന്നണത്. ഇങ്ങനൊരു കുഞ്ഞുള്ള കാര്യം പറയാതെയാണോ പ്രദീപ് സാർ ആ സ്ത്രീയെ കല്യാണം കഴിച്ചേ? അതൊക്കെ ആർക്കറിയാം. യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. സ്വത്ത് മുഴുവൻ ആ പെണ്ണിന്റെയാ. സ്വത്ത് മാത്രമല്ല, ആ ആൺകുട്ടിയും. അവളുടെ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടിയാ അത്. അമ്മുകുട്ടിയേക്കാൾ പ്രായം കൂടുതലുണ്ട് ആ ചക്കന്. അങ്ങനെയൊരു അവസ്ഥയിൽ പ്രദീപിന്റെ സ്വന്തം ചോരയായ ഈ കുഞ്ഞ് ആ വീട്ടിൽ പൊറുതി തുടങ്ങിയാനുള്ള അവസ്ഥയെക്കുറിച്ച് പേടിച്ചിട്ടാ അവൾ അമ്പിനും വില്ലിനും അടുക്കാത്തത്. പ്രദീപന്റെ സ്നേഹം മുഴുവൻ അമ്മുകുട്ടിയുടെ നേർക്കാവില്ലേ? ആ അപകടം അവന്റെ ഭാര്യ നേരത്തെ മണത്തറിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോ ഈ കുഞ്ഞിന്റെ സങ്കടത്തിന് പരിഹാരമില്ലയോ? പരിഹാരമൊക്കെ ഉണ്ട്. പ്രദീപന്റെ നെഞ്ചിൽ ഈ കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ആണത്തത്തോടെ ഇവിടെ വന്ന് അവളെ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കണം. അപ്പോ ആ പെണ്ണ് പ്രദീപനെ ഉപേക്ഷിച്ചെന്ന് വരും, സ്വത്തുക്കൾ നഷ്ടാവും. അതൊക്കെ അറിയണമെങ്കിൽ ആദ്യം പ്രദീപന്റെ മനസ്സറിയണം. എന്റെ ഡാഡിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അപ്പൂപ്പ? കുഞ്ഞെ, അത് നിന്റെ അച്ഛനല്ലേ മോളെ പറയേണ്ടത്. ഞാൻ ചെന്ന് ചോദിക്കാൻ ഡാഡിയോട്. ആ, ഡാഡി വിളിക്കാതെ എന്റെ കുഞ്ഞ് ആ വീട്ടിലേക്ക് പോകാതിരിക്കുക നല്ലത്. അതൊന്നും സാരമില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ കുഞ്ഞിന് പ്രദീപിന്റെ അടുത്തേക്ക്. എന്നതാ ഇതിന്റെ അവസാനം എന്ന് അറിയണമല്ലോ. അപ്പാപ്പ, നമ്മൾ പ്രദീപ് സാറെ നിർബന്ധിച്ച് മോളെ അവിടെ ചെന്നുകൊണ്ടാക്കിയ ആ സ്ത്രീ അമ്മുക്കുട്ടിയെ വേദനിപ്പിക്കത്തില്ലേ? അയ്യോ, അത് നേരാന്നല്ലോ കർത്താവേ. ദുഷ്ടതയാന്നെങ്കി കൊച്ചിനെ കൊല്ലാനും മടിക്കുകയില്ല. എന്റെ കുഞ്ഞെ, അപ്പനെ കിട്ടാനുള്ള കുഞ്ഞിന്റെ ആശങ്ക ഉപേക്ഷിക്കുന്നതാ നല്ലത്. എന്റെ കുഞ്ഞിന് സ്നേഹം തരാൻ ദേ ഞങ്ങളൊക്കെ ഇല്ലയോ ഇവിടെ? എനിക്ക് എന്റെ ഡാഡി വേണം അപ്പൂപ്പ. ചൊടിയുള്ള കുതിരയ്ക്കൊരടി, ചുണയുള്ള കുരുടൻ ഒരു വടി. എന്താച്ചാ? ഏയ്, നിന്റെ ഓട്ടോറിക്ഷയുടെയും കാര്യം പറഞ്ഞതാ. അത് ശരി, അപ്പൊ ഞാൻ കുരുടനല്ലേ? പിന്നല്ലാതെ. നിന്നെ നേർവഴിക്ക് നടത്തുന്ന വടിയല്ലേ ഈ ഓട്ടോ. അതാണെങ്കിൽ ഒരു കുതിര. ആ ലിവറെ പിടിച്ച് നീ ഒരു അടി അടിച്ച എന്താണ് അവൻ്റെ ഒരു ചൊടിയും ചുണയും? പക്ഷേ എൻ്റെ മോൻ വടിയില്ലാതെ നടന്ന് ശീലിക്കണം. ചുറ്റുമുള്ളത് കാണാനും പഠിക്കണം. ചേട്ടാ, എന്റെ കയ്യിലുള്ളത് ഫീസിന് തികയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്നെങ്കിലും അടച്ചില്ലെങ്കിൽ വലിയ നാണക്കേടാവും. നീ എന്തിനാ മോൾ അതിന് വിഷമിക്കണേ? ഫീസൊക്കെ ഇതാ റെഡി മണിയല്ലേ. ഇതാ. ഇതെന്താ ചേട്ടാ ഒരു ഉണ്ടപ്പൊതി? ഇതിപ്പോ 1 ലക്ഷം കാണുമല്ലോ. അത് മോളെ കുറച്ച് 10, 20, 50 ഒക്കെ ഉണ്ട്. 10 രൂപയെ കൂടുതൽ. മോളെ പെട്രോൾ പമ്പ് കയറിയിട്ട് ചില്ലറയൊക്കെ കൊടുത്ത് 500ന്റെ നോട്ടാക്കണമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. ഇത്രയും 10 രൂപ നോട്ട് കൗണ്ടറിൽ കൊടുക്കുമ്പോ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ട എന്നെ കളിയാക്കില്ലേ? ഇതെന്താ പിരിവെടുത്താണോ ചോദിക്കും. മോളെ, ഇല്ലായ്മ വന്നാലും വല്ലായ്മ അരുത്. മോള് വിഷമിക്കണ്ട, ഏട്ടൻ കൂടെ വന്ന് പമ്പിന്ന് വലിയ നോട്ടാക്കി തരാം. മോള് കയറിക്കോ. ആ മോനെ, നീയൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോഴേക്കും എന്റെ ബസ് പോവച്ചാ.
ഇല്ല, ഏട്ടൻ റെഡി, മോള് കേറിക്കോ. പേടിക്കണ്ട, അമ്മുക്കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനിപ്പോ എന്ത് ചെയ്യാൻ നോക്കും? ശ്യാമിന്റെ ക്രൂരത സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ മോൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത്. കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നീ അതെങ്ങനെയാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്തോ. പക്ഷെ എന്ത് വന്നാലും അമ്മുക്കുട്ടിയെ തിരികെ ശ്യാമിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ശരി. സെലീനയെ വിളിച്ചതച്ചാ. മനസ്സിലായി. അവളെങ്ങനെ ഇതറിഞ്ഞത്? ബാംഗ്ലൂർ പോലീസിന്റെ മെസ്സേജ് കേരള പോലീസിന്റെ വെബ്സൈറ്റിലെത്തി. ശ്യാം കൊടുത്ത പരാതിയാ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ്. മോളുടെ ഫോട്ടോയുണ്ടത്രേ. വിവരം പറയാൻ വിളിച്ച സെലീന. ഇനി സെലീന ഈ വിഷയം കൈകാര്യം ചെയ്തോളും. കാണാനില്ല എന്ന് പരാതി കൊടുത്ത് കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ അവൻ? കൊല്ലാനോ? അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ശ്യാം ബാംഗ്ലൂർ പോലീസിനെയും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നാലും നമ്മൾ അമ്മുക്കുട്ടി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. സെലീന അതിന് വേണ്ടുന്നൊക്കെ ചെയ്തോളും. അവനിങ്ങി വരട്ടെ. അവന്റെ മുഖത്ത് നോക്കി എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സോനമോളെ കൊണ്ടുപോയി കൊല്ലിച്ചതും പോരാഞ്ഞിട്ട് ഇനി ആ കുഞ്ഞിനെയും കൊണ്ടുപോയി അവന് കൊല്ലണോ? എന്തിനാ? ആരോടുള്ള പക തീർക്കാനാ? ഇത് പക തീർക്കലൊന്നും അല്ല അച്ഛാ, വേറെ കളിയാന്ന് എനിക്ക് തോന്നുന്നേ. വേറെ എന്ത് കളി? അനന്തന്റെ പാതി സ്വത്ത് സോനമോളുടെ പേരിലല്ലേ? ടീ എസ്റ്റേറ്റും എക്സ്പോർട്ടിംഗ് കമ്പനിയും കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ അവകാശി ഇപ്പോൾ അമ്മുക്കുട്ടിയല്ലേ? അമ്മുക്കുട്ടി കൈവിട്ട് പോയാൽ പിന്നെ ശ്യാമിന്റെ പിടി നഷ്ടമായി പോവില്ലേ? ആ പിടി ഉറപ്പിക്കാനുള്ള കളിയാന്നാ എനിക്ക് തോന്നുന്നേ. പക്ഷെ അമ്മുക്കുട്ടിക്ക് അവനെ ഇഷ്ടമല്ലാത്തടത്തോളം കാലം അവൻ എങ്ങനെ ഈ സ്വത്ത് അനുഭവിക്കാൻ പറ്റുന്നത്? സോന മരിക്കുന്നതിന് മുമ്പ് വല്ല പവർ ഓഫ് അറ്റോർണിയോ മറ്റോ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഒരു ബുദ്ധിമോശം അവള് ചെയ്യുവോ? ഇനി അഥവാ ചെയ്തില്ലെങ്കിലും ഒരെണ്ണം വ്യാജായിട്ടുണ്ടാക്കാൻ എന്താച്ച പ്രയാസം? എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തോ ഒരു പിടിവള്ളി ശ്യാമിന്റെ കയ്യിലുണ്ടെന്നാ. അച്ഛൻ വിഷമിക്കണ്ട. എന്ത് ചതി വന്നാലും നമുക്ക് തടുക്കാം. കമ്പനിയും സ്വത്തുക്കളും അല്ലേ? ഒരു രാത്രി ബാംഗ്ലൂർ നാളെയും കൂട്ടിക്കൊണ്ടുവന്ന് ശ്യാമിനെ എടുത്തോണ്ട് പോവാനൊന്നും പറ്റില്ലല്ലോ. അച്ഛൻ സമാധാനായിട്ടിരിക്കും. എന്തിനാ സുധീഷ് ഇങ്ങനെ മൂഡ് ഔട്ട് ആവുന്നേ? എന്റെ കാര്യം അമ്മയോട് പറഞ്ഞോ? ഏയ് ഇല്ല, അതിനുള്ള സന്ദർഭം കിട്ടിയില്ല. പക്ഷേ എൻ്റെ കല്യാണം താമസിപ്പിക്കാൻ പാടില്ലെന്ന് അമ്മ വാശി പിടിക്കുക. എന്താ അമ്മയോട് പറയേണ്ടെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. എന്റെ കോഴ്സ് എനിക്കത് മുടക്കാൻ പറ്റില്ല സുധീഷ്. അതിന് ഞാനും തയ്യാറല്ല. ഈ ജോലിയും വെച്ച് നിന്നെ ഞാൻ കല്യാണം കഴിച്ചാലേ അവസാനം നമ്മൾ തമ്മിൽ അടിയാവും. കുറച്ചുകൂടെ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എന്ന് വെച്ചാൽ കുറെ കൂടെ നല്ല ശമ്പളം. നിന്റെ പഠിത്തം തീരുമ്പോഴേക്കും എന്തായാലും ഞാനത് സംഘടിപ്പിക്കും. ആ അത് മതി. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയാല് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കഴിയണം. ഒരു നല്ല വലിയൊരു വീട് വാടകയ്ക്ക് എടുക്കണം. അല്ലാതെ ഇപ്പൊ ഞാനും സുധീഷും താമസിക്കുന്ന പോലെ ഒരു തല്ലിപ്പൊളി സെറ്റപ്പ് എന്തായാലും നമുക്ക് വേണ്ട. പിന്നൊരു കാര്യം എന്താന്ന് വെച്ചാ, അമ്മയുടെ വാശിക്ക് വഴങ്ങി ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചാലേ എന്റെ ഫീസും കൂടെ സുധീഷിന്റെ തലയിലാവും. ജേട്ടനാവുമ്പോ രാവും പകലും ഓട്ടോ ഓടിച്ച് എനിക്ക് ഒരു മുട്ടും വരാതെ നോക്കിക്കോളും. ചുമ്മാ സുധീഷ് എന്തിനാ പാതി വഴിക്കാ ഭാരം തലയിലേറ്റുന്ന? നിന്റെ ജയേട്ടനും അച്ഛനും ഒക്കെ കല്യാണത്തിനെതിരുന്നാലോ? പിന്നെ എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കുന്നത് ഞാനാ. അല്ലാതെ ജേട്ടനും അച്ഛനും അതിലെന്താ കാര്യം? പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കുക, അതോടെ തീർന്നു അച്ഛന്റെ ഏട്ടന്റെയും കടമ. അതൊക്കെ ശരി തന്നെ. എന്നാലും എതിർത്താ നീ എന്ത് ചെയ്യും? ഞാനിങ്ങ് ഇറങ്ങിപ്പോരും. ബിടെക് ഡിഗ്രി കൈ കിട്ടിയ പിന്നെ ഞാൻ ആരെ പേടിക്കാനാ? അവസാനം നീ ഇത് തന്നെ എന്നോടും പറയൂ. എന്നുവെച്ചാ? നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയ ചേട്ടനെയും അച്ഛനെയും ഉപേക്ഷിക്കുന്ന നീ പറഞ്ഞോണ്ട് ചോദിച്ചാ? അവരൊക്കെ തനി നാടൻ ആൾക്കാരാ. ജീവിതത്തെ പറ്റി ഒരു പ്രതീക്ഷയില്ലാത്തവര്. ഞാനൊരു എഞ്ചിനീയർ ആവുക, അത് പറഞ്ഞ് മേനി നടിക്കാനാ എന്റെ ഏട്ടന് ഇഷ്ടം. അച്ഛനാണെങ്കിൽ ഏത് നേരവും സൂക്കേടും പരാതി പറച്ചിലും. സത്യം പറഞ്ഞ എനിക്ക് മടുത്തു. രണ്ടുപേരും കൂടി എന്നെ സ്നേഹിച്ചു കൊല്ലുക. നമുക്കൊരു കളർഫുൾ ജീവിതം വേണം. നീ ഞാനും മാത്രമുള്ള ഒരു അടിപൊളി ലൈഫ്. അതിനിടയില് നിന്റെ അമ്മയും എന്റെ ബന്ധുക്കളും ഒരു തടസ്സാവാൻ പാടില്ല.